ട്രംപ് അധികാരത്തിൽ കയറിയതിനു ശേഷം അമേരിക്ക ഒന്ന് സ്തംഭിച്ചതാണ്. അമേരിക്ക സമ്പൂർണ്ണമായി അടച്ചുപൂട്ടിയതാണ്. എന്തായിരുന്നാലും ഇപ്പോൾ വീണ്ടും വലിയൊരു പ്രതിസന്ധി അമേരിക്കയെ പിടിച്ചുകുലുക്കിയിരിക്കുന്നു. ട്രംപ് കുടുങ്ങി എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാനായി സാധിക്കും. അമേരിക്കയിൽ വീണ്ടും അടച്ചുപൂട്ടൽ തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സെനറ്റിൽ ഫണ്ടിംഗ് ബിൽ സ്തംഭിച്ചതിനാൽ അമേരിക്ക വീണ്ടും അടച്ചുപൂട്ടൽ ആരംഭിച്ചു. എന്നാൽ ഈ അടച്ചുപൂട്ടൽ കാരണം പ്രസിഡന്റ് ട്രംപ് വലിയ പിരിമുറുക്കത്തിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഇത്തവണ രാജ്യം ഭാഗികമായിട്ടുള്ള അടച്ചുപൂട്ടലാണ് അനുഭവിക്കുന്നത്. ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ ധനസഹായത്തെ ചൊല്ലി സെനറ്റിൽ റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇത്തവണ അടച്ചുപൂട്ടലിന് കാരണം. എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അമേരിക്ക 43 ദിവസം നീണ്ടുനിന്ന അടച്ചുപൂട്ടലിൽ നിന്ന് കരകയറിയതേ ഉള്ളൂ. അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും ഭാഗിക അടച്ചുപൂട്ടൽ ഇതിനകം നിലവിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനുവരി 30 അർദ്ധരാത്രിയിലെ ഫണ്ടിംഗ് സമയപരിധിക്ക് മുമ്പ് 2026 ബജറ്റ് പാസാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച US സർക്കാരിന്റെ ഭാഗിക ഷട്ട്ഡൌൺ പ്രാബല്യത്തിൽ വന്നു. ഒരു കരാറിന്റെ അഭാവം രാജ്യത്തുടനീളമുള്ള ഏജൻസികളെയും സേവനങ്ങളെയും ബാധിക്കുന്ന നിരവധി അത്യാവശ്യമല്ലാത്ത സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഏജൻസികളുടെ പ്രവർത്തനത്തിലുള്ള ധനസഹായത്തിന് തടസ്സമാകാതെ ഫണ്ടിംഗ് കരാറുമായി ബന്ധപ്പെട്ട് സെനറ്റിൽ ഒരു തർക്കമുണ്ടായിരുന്നു. എന്നാൽ ചില എംപിമാർ ഈ കരാറിനെ എതിർത്തു. ഇതിനെ തുടർന്ന് ഇന്ന് സെനറ്റ് വീണ്ടും നടപടികൾ സ്വീകരിച്ചു. കരാർ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും സെനറ്റിന് കരാർ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ റിപ്പബ്ലിക്കൻ പാർട്ടി എംപിമാരുടെ യോഗത്തിൽ ഭൂരിപക്ഷത്തോടെ അത് പാസ്സായില്ല. ഇപ്പോൾ ഈ അടച്ചുപൂട്ടലിന് കാരണം പല സംസ്ഥാനങ്ങളിലും ജോലികൾ സ്തംഭിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടച്ചുപൂട്ടൽ ഹ്രസ്വകാലത്തേക്കായിരിക്കുമെന്ന് നേതാക്കൾ സൂചന നൽകിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ആദ്യം സെനറ്റിന്റെ പിന്തുണയുള്ള ഒരു ഫണ്ടിംഗ് കരാറിന് പ്രതിനിധി സഭ അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പ്രധാന ഫെഡറൽ ഏജൻസികൾക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പാർലമെന്റ് ഫണ്ടിംഗ് ബിൽ സ്തംഭിച്ചതിനെ തുടർന്ന് അമേരിക്ക 43 ദിവസത്തെ അടച്ചുപൂട്ടൽ നേരിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.